Assalamu alaikum, welcome to Yummy Kitchen. ഇന്ന് ഞാനൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ല, ഒരു മാഗസിൻ ഹോൾഡറാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ കളയുന്ന സോപ്പും പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് കളയുന്ന ബോക്സില്ലേ, ആ ഒരു ബോക്സാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല, സോപ്പും പൊടിയൊന്നും ഈ ബോക്സിൻ്റെ ഉള്ളിലുണ്ടാവില്ല, ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കവറിലല്ലേ നമ്മൾ സോപ്പും പൊടി കിട്ടുക. അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ കളയണ്ട, ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഓപ്പൺ ചെയ്ത ഭാഗമല്ലേ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ആദ്യം തന്നെ ഇതുപോലെ ഓപ്പൺ ചെയ്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, ഇതിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് വരച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ഈ ഒരു എഡ്ജിൽ നിന്ന് മറ്റേ എഡ്ജിലേക്ക് കുറച്ച് താഴ്ന്ന രീതിയിൽ, അത് നമ്മൾ മാഗസീനൊക്കെ വെച്ചാൽ കാണാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് താഴ്ത്തിയിട്ട് ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് സ്ക്വയർ കറക്റ്റ് ലെവലിൽ തന്നെ വരച്ചു കൊടുക്കുക. ഈ ഒരു ഭാഗം കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക. എന്നിട്ട് ആ ലൈനിൽ നിന്ന് മറ്റേ ഒരു കോർണറിലേക്ക് നമുക്കിതുപോലെ വരയ്ക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ എത്ര ബോക്സ് ഇതുപോലെ ചെയ്യുന്നു ആ ഒരു ബോക്സിലൊക്കെ ഒരേ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കട്ട് ചെയ്ത് മാറ്റിയ പീസ് നമുക്കിവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ബോക്സ് കിട്ടുമ്പോൾ അതേ കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കട്ട് ചെയ്ത പീസ് നമ്മൾ മറ്റേ ബോക്സിൽ വെച്ചിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാം ഒരേ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് ഒരു നൈഫ് വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്ലേഡ് വെച്ചിട്ടോ ആക്സോ ബ്ലേഡൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു ബോക്സിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത ബോക്സിൻ്റെ ഞാനിത് ഇതിൻ്റെ ആ കട്ട് ചെയ്ത് മാറ്റി അതേ അളവിൽ വെച്ചിട്ട് ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഈ അളവും ഇതും രണ്ട് ബോക്സിൻ്റെ ഒരേ അളവിൽ തന്നെ കിട്ടും. അപ്പോൾ ഞാനിതുപോലെ മറ്റേ ബോക്സ് മതി വെച്ചൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം, അതും കട്ട് ചെയ്തെടുക്കും. ഇപ്പോൾ രണ്ട് ബോക്സ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്നൊരു പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ റാപ്പ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് പലതരത്തിലുള്ള പേപ്പർ കിട്ടും, നല്ല കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല കാർട്ടൂൺ പിക്ചറൊക്കെയുള്ള പേപ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ അടിയിൽ ഗ്ലൂ ഉള്ള ടൈപ്പ് പേപ്പർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒട്ടിക്കാൻ നല്ല കുറച്ചുകൂടി ഈസി ആയിരിക്കും. പക്ഷേ ഇത് വലിയ ചിലവില്ലാണ്ട് നമുക്ക് ഇതിൻ്റെ തന്നെ പ്ലെയിൻ പേപ്പേഴ്സ് കിട്ടുകയാണെങ്കിൽ അത് നല്ലതെന്ന് വെച്ചാൽ വലിയ ചിലവില്ലാണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ പേപ്പറിന് അധികം വിലയില്ലല്ലോ. അപ്പം നമുക്കൊരു പ്ലെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡ് ഇതുപോലെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ചും കൂടി വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡ് ഒട്ടിച്ചു കൊടുത്തു. ആ കോർണറിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കത് ഉള്ളിലേക്ക് ഒട്ടിക്കാൻ കണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ അത് ഉള്ളിലേക്ക് ഒട്ടിക്കാൻ കുറച്ചും കൂടി നല്ല ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. കണ്ടതുപോലെ താഴേക്ക് ഉള്ളിലേക്കൊക്കെ ഒട്ടിക്കണമെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടണമെങ്കിൽ എല്ലാ കോർണറും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്യില്ലേ, അപ്പോൾ മിക്ക ആൾക്കാരും ചെയ്തിട്ട് കൊടുക്കുന്നതൊക്കെ ആയിരിക്കുമല്ലോ ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട്, അതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ വളരെ സിമ്പിളാട്ടോ, വളരെ വലിയ ചിലവില്ലാണ്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിപ്പമെന്ന് വെച്ചാൽ ഒരു സൈഡ് ചെറുതും ഒരു സൈഡ് വലുതായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കറക്റ്റ് അളവിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് ഒട്ടിക്കുന്നത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് പേപ്പർ കുറേ ഉള്ളിലേക്കായി പോവും, ഒരു സൈഡ് കുറവാകും, അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ കാണാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് വരച്ച് അളവിൽ വരച്ചിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ. ഇതുപോലെ വരച്ച് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഫിനിഷിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഗ്ലൂ തേച്ചിട്ടോ നമ്മൾ ടേപ്പ് വെച്ചിട്ടോ ഒട്ടിക്കാം. നമുക്കിതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് അടിവശവും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് തന്നെ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് ഒട്ടിക്കുമ്പോൾ നല്ല കറക്റ്റ് ഒരു ഫിനിഷിങ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മുടെ കുട്ടികളുടെ ബുക്സ് വയ്ക്കാനും ടേബിളിൽ ബുക്സ് വയ്ക്കാനും സ്റ്റോറി ബുക്സ് മാഗസിൻസ് അല്ലെങ്കിൽ ഫയലൊക്കെ വയ്ക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ കളയുന്ന ഒരു സാധനമല്ല ഇത്, അത് വെച്ചിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കാം. ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കുന്ന ഈ ഒരു ഭാഗം ഞാൻ എന്താ വെച്ചാൽ ഒരു ലെവൽ കറക്റ്റ് ഇതിലെ ഇപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ടും കിട്ടും, ഒരു ഭാഗം വലിയതായിട്ടല്ലേ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം എന്താ പറയുക ഒരു കറക്റ്റ് ഒരു ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് വരച്ചൊന്ന് രണ്ടും ഓരോ ലെവലിലാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് ഇരിക്കുമ്പോൾ ഒരു വൃത്തിയില്ലാണ്ടിരിക്കും. അതുകൊണ്ട് ഉള്ളിലേക്ക് ഞാൻ കറക്റ്റ് ഒന്ന് വരച്ച് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ലെവലിൽ മടക്കുമ്പോൾ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ഒട്ടിച്ചിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട്.
എല്ലാം ഒരേ കറക്റ്റ് ലെവലിൽ കിട്ടും. പിന്നെ ഏറ്റവും അടിയിലേക്ക് നമ്മൾ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബുക്സ് മാഗസീൻസൊക്കെ വയ്ക്കുമ്പോൾ കാണില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതും ഞാൻ റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഇതും രണ്ടും റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.